നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ഈ കാലഘട്ടത്തില് ആ. ആയുർവേദത്തിന് ഒട്ടനവധി പ്രശസ്തി ഉണ്ടെന്ന് ഇപ്പൊ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഉം. കാലകർമ്മങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണല്ലോ ഉം. ആഗന്തുക ജ്വരങ്ങൾ ഉണ്ടാകുന്നത്. അതെ. ഈ ആഗന്തുക ജ്വരങ്ങളെ കുറിച്ചിട്ട് ഗുരുനാഥന്റെ ഒരു അഭിപ്രായവും അതിനു വേണ്ടിയിട്ട് സുശ്രുത ഫാർമസ്യൂട്ടിക്സിന്റെ ഒരു കോൺട്രിബ്യൂഷനും നമുക്കുണ്ട്. ഉണ്ട്. ജ്വരാക്യൂർ എന്നാണ് അതിന്റെ പേര്. ഉവ്വ. ആ ജ്വരാക്യൂർ കഴിച്ചിട്ട് ഈ പറയുന്ന ആഗന്തുക ശരീരത്തിൽ പ്രവേശിച്ച ആ വൈറസ് എന്നാണോ ശരീരത്തില് ജീവൻ ഉണ്ടായ അന്ന് മുതൽ വൈറസും ഈ ബാക്ടീരിയകളും ഉണ്ട്. ഉണ്ട്. ഈ വൈറസിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന ആയുർവേദത്തിലെ ഫലസിദ്ധി കൈവരിച്ച പല ഒറ്റമൂലികളും ചേർത്തിട്ടുള്ള ഒരു ആയുർവേദ ഔഷധ കൂട്ടാണ് ജ്വരാക്യൂർ. ഉം. ജ്വരാക്യൂറിന്റെ ഉപയോഗം കൊണ്ട് കോവിഡ് പോലെയുള്ള കോവിഡ് 2019 വന്നതല്ല, എന്ന് മനുഷ്യന്റെ ജീവൻ ഉണ്ടായ അന്ന് മുതൽ വന്നതായിട്ടാണ് എനിക്ക് കിട്ടിയ ഉപദേശങ്ങൾ എൻ്റെ അറിവിന്റെ പരിധിയിൽ നിന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ കോവിഡ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകട മരണങ്ങളൊന്നും കോവിഡ് പോലുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടല്ല, ആന്തരിക അവയവങ്ങളായിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിനായിട്ടുള്ള വൃക്ക, ലിവർ, നാഡീവ്യൂഹങ്ങള് ഇതിനൊക്കെ അപകടമായി ബാധിക്കുന്നതിന്റെ പേരിലാണ്, ഇവൻ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്നതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ഗുരുനാഥന്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ബിജു പറഞ്ഞ ഭാഗം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു ടെൽ യു 1000 മാറ്റേഴ്സ് ടു പ്രൂവ് ഇറ്റ്. അത്രയും പോകണ്ട, എന്നാലും പറയാം. ജ്വരം എന്നത് ഒരു സിംറ്റമാണ്. പനി, അതിന് പല കാരണങ്ങളുണ്ട്. ചിക്കൻ ബോക്സിന് പനി വരാം, മീസിൽസിന് 5-ാം പനിക്ക് പനി വരാം, രക്തപാതത്തിന് ചില മുട്ടുവേദനയ്ക്ക് പനി ആരംഭമായിട്ട് വരാം, ലിവർ സിറോസിസിൽ പനി വരാം, മഞ്ഞപ്പിത്തത്തിൽ പനി വരാം, മഞ്ഞപ്പിത്തം കൊണ്ടിൻ്റെ പ്രാരംഭദശയിൽ പനി വരാം. അതിനാണ് ഇപ്പോൾ രക്ഷാധി കഷായമൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ. ഈ കൊറോണ ഒരു വൈറസ് എന്നത് ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രോഗം തന്നെയാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചൊന്നും അല്ലാതെ. അതിന് പല പേരുകളും ആയുർവേദത്തിൽ ആഗന്തുക ജ്വരം, വൈറൽ ഡിസീസിനായിട്ട് നമുക്ക് ജ്വരാധികാരത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെ, ജ്വരാധികാരത്തിൽ തന്നെ നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം ജ്വരത്തിന് എല്ലാ ജ്വരങ്ങൾക്കും നിസാരമാണെന്ന് നമുക്ക് കൽപ്പിക്കുന്ന ഗുളിച്ചാധികണം, ഇന്ദുകാന്തം കഷായം, പഥ്യാക്ഷതാപ്രിയാദി, പഥ്യാകഡ്ഫലാദി, പഥ്യാകഡ്ഫല നാഗര അംബുദവജ ഭൂനിംബധാന്യദ്രുമൈ ഭാർഗീ പർപ്പടകാന്യുതൈ ശ്രുതമിതം തോയം സുശീതം പുന മധ്വാഢ്യം പരമാണു രാമണയുധം ശ്ലേഷ്മജ്വരം നാശേൽ. ശ്ലേഷ്മജ്വരം എന്നത് ഇവിടെ പൈത്യകജ്വരം, കഫജ്വരം, അതാണ് ശ്ലേഷ്മജ്വരം. പക്ഷേ വാതികജ്വരം പലതരത്തിലുണ്ടെങ്കിൽ തന്നെയും ജ്വരങ്ങളുടെ സത്യത്തിൽ ആയുർവേദത്തിൽ ജ്വരചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ നോഹൗ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വൈദ്യശാസ്ത്രത്തിലും ഇല്ല. ഇത് വേണമെങ്കിൽ ഞാൻ ഒരു 100 ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് പറയാം. അവർക്ക് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നീരസമൊക്കെ തോന്നും. നീരസത്തിന് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ പ്രസക്തിയില്ല. ശാസ്ത്രത്തിന് ശാസനാൽ ശാസ്ത്രം, ഇന്ന തരത്തിൽ പോയാൽ ഇന്ന രോഗം മാറും എന്ന് അനുശാസിക്കുന്നതാണ് ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രാനുസാരേണ കിട്ടേണ്ട അറിവുകൾ നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ ആൾക്കാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും, ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സർവ്വ ആൾക്കാരും നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം ഉണ്ടായാലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. ലോകം മുഴുവൻ സന്തോഷവും സമാധാനം ഉണ്ടെങ്കിലും നമുക്ക് സമാധാനമുള്ളൂ. ലോകം ദുഃഖം ഉണ്ടായാൽ നമുക്ക് ദുഃഖമായിരിക്കും. ലോകത്തിൽ സമാശ്വാസകരമായ കാര്യങ്ങൾ പറയാൻ ആൾക്കാരും അതിനുള്ള ജനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. അപ്പം ജ്വരം എന്നത് ഇറ്റ് ഈസ് എ സിംറ്റം ഓഫ് സെവറൽ ഡിസീസസ്. അതിന് ഇന്ദുകാന്തം കഷായം നിസാരാണ്. പൂതീകദാരു ദശമൂല കഷായസിദ്ധം സക്ഷീരം ഷഡ്ഫലയുധം ഘൃതമിന്ദുകാന്തം
വാതാമയ ക്ഷയ കണ്ടോ, വാതാമയ ക്ഷയ മഹോദര ഗുന്മ ശൂല നിമ്നോന്നത ജ്വരഹരം എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫീവർ, ബലവർദ്ധനം ച. ഇങ്ങനെയാണ് ശാസ്ത്രം. പഥ്യഷഡംഗം കഷായമൊക്കെ പഥ്യഷഡംഗം വളരെ വിശേഷമാണ്. പഥ്യഷഡംഗം വിശേഷമാണ്. ഗുളൂച്ചാരി, ഗുളൂജി പത്മക അരിഷ്ട ധ്യാനക രക്തചന്ദനം പിത്തശ്ലേഷ്മ ജ്വര ഛർദി. കണ്ടോ, അവിടെ വന്നു. ദാഹ തൃഷ്ണാഘ്നം അഗ്നികൾ. പിന്നെ അതുപോലെ ഗുളികകൾ പലതുണ്ട്. വെട്ടുമാറൻ, സൂര്യപ്രഭ, ബൃഹത് കസ്തൂരി ഭൈരവരസം. അതിവിശിഷ്ടമായ ഏത് പനിക്കും 103 ഡിഗ്രി ആയിക്കോട്ടെ അത് താണിരിക്കും. പനിക്ക് ശാശ്വതമായിട്ടൊരു ചികിത്സാ സമ്പ്രദായം നമുക്ക് ആയുർവേദം തന്നെയല്ലേ ഉള്ളൂ, അടിസ്ഥാനമായിട്ടൊരു 100%. കാരണം ആമമാണ്. ഊഷ്മണോ അല്പബലത്വേന, ഊഷ്മാവിൻ്റെ അല്പബലം കൊണ്ട് ധാതുമാദ്യം അപാചിതം, ആദ്യത്തെ ധാതുവായ രസം. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, അങ്ങനെ 7 ധാതുക്കളാണ്. അതെ. ഊഷ്മണോ അല്പബലത്വേന ധാതുമാദ്യം ആദ്യം അപാചിതം ദുഷ്ടമാമാശയഗതം രസമാമം പ്രദക്ഷത്തെ. അതിനാണ് ആമം എന്ന് പറയുന്നത്. ആമമാണ് പനിയുടെ കാരണം. പനി ഒരു രോഗലക്ഷണം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് എ സിംറ്റം ഓഫ് സെവറൽ ഡിസീസ്. പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാണ്. മഞ്ഞപ്പിത്തത്തിന് വരും, ജലദോഷപ്പനിക്ക് വരും, കൊറോണയ്ക്ക് വരും, പലതിനും വരും. അപ്പം പനി എന്നത് കേട്ട് അല്ലെങ്കിൽ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പനി നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കണം, നമ്മുടെ ഒരു കൂട്ടുകാരൻ. നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം. ആ പനി വന്നാൽ പല രോഗങ്ങളുടെയും സിംറ്റംസിനെ അടിച്ചമർത്തരുത്. അതിനെ സമാധാനത്തോടെ വിശ്രമത്തോടു കൂടി 4-5 ദിവസം ഫാസ്റ്റ് ചെയ്യുക, ഉപവസിക്കുക. ഉപവസിച്ച് ആ വേണ്ടത്ര ഔഷധങ്ങളെ, ഇപ്പം ജ്വരാക്യൂർ നല്ല മരുന്നാണ്, ഇന്ദുകാന്തം കഷായം നല്ലതാണ്, ഇന്ദുകാന്ത അമൃതം നല്ലതാണ്, ബൃഹത്ത് വൈശ്വാനര ചൂർണം പനി കൊണ്ട് എങ്ങനെ മാറുമെന്ന് ചോദിക്കും. അതിന് ലവണ യവാനീദ്വയ കണനാഗരം ഉത്തരോത്തരം വൃദ്ധം സർവസമാംശം ഹരീതകി ചൂർണം വൈശ്വാനര സാക്ഷാൽ. ഇതാണ് ശാസ്ത്രം. അപ്പോൾ വൈശ്വാനര ചൂർണം പനിക്ക് എങ്ങനെ ഔഷധമാകുന്നു എന്ന് ചോദിച്ചാൽ അടിയന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈശ്വരനെ കാണാൻ പറ്റുമോ? പനി മാറ്റാൻ പറ്റും. ബൃഹത് വൈശ്വാനര ചൂർണം പനിക്ക് അതിവിശിഷ്ടമായ ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ അമൃതാരിഷ്ടം, പർപ്പടാദ്യരിഷ്ടം, മുസ്താരിഷ്ടം. മുസ്താ പർപ്പടകം ജ്വരേ. ജ്വരത്തിൽ മുത്തങ്ങയും പർപ്പടക പുല്ലും ഔഷധമാണ്. കിരിയാത്ത് അതിവിശിഷ്ടമാണ്. കടുക് രോഹിണി വിശിഷ്ടമാണ്. പടവലം, ഹൃദ്യം പടോലം കൃമിജിൽ, കൃമി ശമനമായിട്ടുള്ള പടോലം പനിശമനം കൂടിയാണ്. അപ്പോൾ പടോല, കടുരോഹിണി, ചന്ദനം, മധുസ്രവ ഗുളൂജി പാടാന്വിതം അതിൻ്റെ ഫലാണ്. കപപിസ്ത കുഷ്ഠജ്വരാൻ. കണ്ടോ, പടോല, കടുരോഹിണി, ചന്ദനം, മധുസ്രവ ഗുളൂജി പാടാന്വിതം നിഹന്തി കപപിത്ത കുഷ്ഠജ്വരാൻ വിഷം വമിം അരോചകം കാമിലാം. വിഷം വമിം അതിന് നല്ലതാണ്. പടോല, കടുരോഹിണി, ചന്ദനം, മധുസ്രവ ഗുളൂജി പാടാന്വിതം നിഹന്തി കപപിത്ത കുഷ്ഠജ്വരാൻ. ജ്വരമാണ് പനി. അപ്പം പടവല കടുരോഹിണിയാദി ഒരാൾക്ക് ഡോക്ടർ പനിക്ക് കൊടുത്തു, വട്ടാണോ? അല്ലെങ്കിൽ പടവല കടുരോഹിണിയാദി ത്വക്ക് രോഗത്തിനല്ലേ പറയണേ, വിഷത്തിനല്ലേ പറയണേ? ആയുർവേദത്തിലെ പല ഔഷധങ്ങളും വിഷശമനങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ഞങ്ങളാരും പരസ്യപ്പെടുത്താറില്ല, പരസ്യം ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ കണ്ട ആരും ഇവിടെ വരുവും വേണ്ട, താല്പര്യമില്ല. സംശയം ഉറപ്പല്ലേ? അതിന് അടിസ്ഥാന കാരണം അങ്ങനെ തന്നെയാണ്. പിന്നെ മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ, സീരിയസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിനാണ്. ഇതിനെല്ലാം തന്നെ ഇപ്പം ഈ പത്യാകൽഫലാദി ഇഫക്റ്റീവാണ്. പിന്നെ അമൃതോത്തരം കഷായം, അമൃതോശീല വാശാബ്ദ വിശ്വഭൂനിംബ വാളകൈ, അത് വിശിഷ്ടമായ കഷായമാണ്. അതിൽ നമ്മൾ അവസരോചിതമായിട്ട് കിരിയാത്ത്, പർപ്പടകപ്പുല്ല്, ബിജു പറഞ്ഞ പോലെ മുത്തങ്ങ, കടുക് രോഹിണി, ഇങ്ങനെയുള്ള ഔഷധ, ചന്ദനം, ഇതൊക്കെ അവസരോചിതമായിട്ട് ചേർത്ത് യോജിപ്പിച്ച് പൂവാങ്കുരുന്നില അതിവിശിഷ്ടം. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. സഹദേവിയാണ് പൂവാങ്കുരുന്നില. വിശിഷ്ടല്ലേ? അയ്യോ വിശിഷ്ടം. സഹദേവി ജ്വരഹര രക്തപിത്ത വിനാശന. അതാണ് എൻ്റെ ഒറ്റ ഔഷധമാണ് ഈ പറഞ്ഞത്. സഹദേവി പൂവാങ്കുരുന്നില ജ്വരഹര, ജ്വരത്തെ ഇല്ലാണ്ടാക്കുന്നു.
രക്തപിത്ത വിനാശന. അതുപോലെ തന്നെ കരുതച്ചിയും. കരിനൊച്ചി പ്രത്യേകിച്ചും ഈ കൊറോണയ്ക്ക് ആൻറ്റി വൈറലിന് ഞാനൊരു പ്രത്യേക കഷായം എൻ്റെ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. കരിനൊച്ചി സമൂലം കരിഞ്ജീരകം ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, ആൻറ്റി റൊമാറ്റിക്കാണ്, പനിക്ക് വിശിഷ്ടമാണ്. അത് കൂട്ടിയെടുത്തിട്ട് അവസ്ഥയ്ക്കനുസരിച്ച് ആടലോടകം ലങ്സിന് കയറ്റിയിടും, കിറ്റിയാറ്റ് കയറ്റിയിടും, പിന്നെ തകരം മനസ്സിന് കയറ്റിയിടും, മനസ്സിന് ബ്രെയിനിന് കയറ്റിയിട്ട് കൊട്ടം കയറ്റിയിടും. കൊട്ടം ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, ബിജുവിനറിയാം. കൊട്ടം, മുത്തങ്ങ, അതുപോലെ തന്നെ വയമ്പ് അതിവിശിഷ്ടമാണ്. വയമ്പ് എങ്ങനെയാ പനിക്ക് ഔഷധം എന്നൊക്കെ പലരും ഇവിടെ ഒന്ന് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നൊക്കെ പറയണമെങ്കിൽ അതിന് SLC കഴിയാണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പറ്റുമോ? പ്രീ ഡിഗ്രി കഴിക്കാണ്ട് BSc പഠിക്കാൻ പറ്റുമോ? കൂവളത്തിൻ്റെ 5 ഭാഗങ്ങളും അതിവിശിഷ്ടമാണ്. കൂവളം ബില്വാദി ഗുളിക തന്നെ. ബില്വസ്യ മൂലം, സുരസസ്യ പുഷ്പം, ഫലം കരഞ്ചസ്യ തുളസിക്കതിര്, കരഞ്ചം ഉങ്ങിൻ്റെ കുരു, ഫലം കരഞ്ചസ്യ നതം തകരം, സുരാഹം ദേവതാരം, ഫലത്രയം കടുക്ക നെല്ലിക്ക താന്നിക്ക, വ്യോഷം ചുക്ക് കുരുമുളക് തിപ്പിലി, നിശാദ്വയം മഞ്ഞൾ മരമഞ്ഞൾ തൊലി. ഇതാണ് വില്വാദി ഗുളിക. ഈ വില്വാദി ഗുളികയിൽ ഈ ബിജു പറഞ്ഞ കിരിയാത്ത്, കടുകുരോഹിണി, അവസരോചിതമായ ഔഷധങ്ങളെ കൂട്ടി യോജിപ്പിച്ചാൽ അത് വിശിഷ്ടമായിട്ടുള്ള ഉത്തമ ജ്വരഹര ഔഷധമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. മരണം സംഭവിക്കുന്നത് ശരിക്കും വൈറസ് ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ, കയറുമ്പോൾ, അല്ലെങ്കിൽ വൈറസ് ശരീരത്തിൽ ആക്ഷൻ നടക്കുമ്പോൾ ഈ ആന്തരിക അവയവങ്ങളെയല്ലേ അത് അപകടമായി ബാധിക്കുക. അപ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് പ്രതിദാനം ചെയ്യാനായിട്ടാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് സവിശേഷമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ, ഇമ്മ്യൂണിറ്റി പവർ പ്രധാനമാണല്ലോ. അതെ, ബോഡി രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ വരുമ്പോഴാണല്ലോ വൈറസുകളൊക്കെ ആക്രമിക്കുക. അതിനുള്ള ഔഷധങ്ങൾ നമ്മൾ ജ്വരാക്യൂർ ധാരാളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജ്വരാക്യൂറിനകത്ത് ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനുള്ള ധാരാളം ഔഷധങ്ങളുണ്ട്. അത് മാത്രവുമല്ല, ജ്വരാക്യൂർ എന്നതുകൊണ്ട് പനിക്ക് മാത്രമുള്ള ക്യൂറിന് അർത്ഥമില്ല. പനിക്ക് കാരണങ്ങളായ സ്ട്രെസ്, സ്ട്രെയിന്, ആമം, ദഹനക്കുറവ്, അതിനെല്ലാം അത് പരിഗണിക്കും. ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാതെ ആടലോടകം ഒക്കെ കയറ്റിയിടും. നമ്മൾ അതിന് തന്നെ വേറൊരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഒരു കാസ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് കൂടി ഉണ്ട്. കാസ ലൈഫ് എഫക്റ്റീവ് ആണ്. അത് അത് നമ്മൾ ചെസ്റ്റ് കൺജസ്റ്റ് ആയിട്ട് വരിക, ഈവൻ ന്യൂമോണിയ പോലുള്ള കൺസെപ്റ്റിലേക്ക് വരുന്ന കാര്യമൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 14 ദിവസം കൊണ്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ, അതുപോലെ ചെറിയ എയർ ബബിൾസ്, കോവിഡ് പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും കാസ ലൈഫ് നമുക്ക് ഒരു പുനരുജ്ജീവനം തന്നെ നൽകുന്നുണ്ട്. ചുമ, കഫ്, ഡ്രൈ കഫ്, അതുപോലെ കുത്തിയുള്ള ചുമ, ഈ പറയുന്ന ഈ രോഗങ്ങൾ, ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, ഗണത്തിൽപ്പെട്ട പനികൾ വന്നു കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് മെയിനായിട്ട് ബാധിക്കുന്നത് ഈ ശ്വാസകോശത്തെയാണ്. ലങ്സിനെ ബാധിച്ചു കഴിയുമ്പോൾ അത് വീണ്ടും അലർജറ്റിക് ആസ്മാറ്റിക് പ്രോബ്ലം ആയിട്ട് മാറുന്നു. അതിന് വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഫലം നമുക്ക് ഈ മരുന്ന് തരുന്നുണ്ട്. കാസ ലൈഫ് എന്നാണ് അതിന്റെ. ആടലോടകം, തൃകടു, അതുപോലെ പറയുന്ന എല്ലാ കടുക് രോഗിണി, ദശമൂലകടത്രിയാദിയിലെ ഔഷധങ്ങളെ സമാഹരിച്ചിട്ട് കയറ്റി ഇറക്കി ഇട്ടാൽ മതി. കയറ്റി ഇറക്കാൻ മീൻസ് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഡ്രൈ കഫിനെ നമുക്ക് പുറത്തേക്ക് ഏത് വിധത്തിലും ഫോം ചെയ്ത് പുറത്ത് കളയണമല്ലോ, നിർഹരിക്കണം, ലങ്സിൽ നിന്ന് നിർഹരിക്കണം. വിരേചനത്തിലൂടെ തന്നെ നമുക്കത് കളയാൻ ഈ മരുന്നിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത പ്രൊഡക്റ്റുകളിൽ ഏറ്റവും നമ്മുടെ പൂർവികരായിട്ട് ചെയ്തു വെച്ച പ്രൊഡക്റ്റുകളിൽ ഈ കാലഘട്ടത്തിന് ഏറ്റവും അഭികാമ്യമായിട്ട് തോന്നുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഒന്ന് ഈ ജ്വരാക്യൂറും കാസ ലൈഫും, ദീപൻ ലൈഫും ദീപനത്തിനും ജഠരാഗ്നിക്കും, അതുപോലെ തന്നെ ഇൻഡൈജഷൻ, അഗ്നി ദീപ്തിയെ ചെയ്യുന്നതിനും വിശിഷ്ടമാണ്. അതിനുള്ള എല്ലാ ചിരുവില്വാദി കഷായങ്ങള്, ഗന്ധർവസാദി കഷായം, ഇങ്ങനെയുള്ള ഒട്ടനവധി കഷായങ്ങള് ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും കാലകർമ്മങ്ങളുടെയും വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ പല സാംക്രമിക രോഗങ്ങളും പൊട്ടിപ്പറന്നു. അതിൽ പഴയ കഷായങ്ങൾക്കും പ്രാധാന്യം ഒട്ടനവധി ഉണ്ട്. അതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യുന്ന, നാനോ ടെക്നോളജി ചെയ്യുന്ന ഔഷധ പ്രയോഗങ്ങളാണ് കൂടുതലും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബിജു പറഞ്ഞല്ലോ ചിരിവില്വാദി കഷായത്തിന്റെ കാര്യം. ചിരിവില്വ പുനർനവ വന്നി അഭയ കണ നാഗര സൈന്ധവ പക്വജലം ഗുദഗീല ഭഗന്ധര ഗുന്മഹരം ജഠരാഗ്നി വിമർദ്ദനം ആശു എന്ന് വെച്ചാൽ പെട്ടെന്നർത്ഥം. ആശു നൃണാം, മനുഷ്യർക്ക് പെട്ടെന്ന് കൊടുക്കുന്നു എന്നാണ്. ചിരുവില്യം ആവിത്തൊലി, പുനർനവം തഴുതാമ,
വന്നി കൊടുവേലിക്കിഴങ്ങാണ്. അഗ്നിയാണത്. തിരുവല്ല പുനർനവ വന്നി അഭയ കടുക്കാത്തോട് അഭയ ജീവരക്ഷിണി. 10 വിധ അതായത് കടുക്ക എന്ന് പറയുന്നത് ജീവരക്ഷിണിയാണ്. അപ്പൊ അരീതകി. അപ്പോൾ 10 അമ്മയ്ക്ക് തുല്യം ഒരു കടുക്ക എന്നാണ് ഞാൻ പഠിച്ചിരിക്കണേ. അപ്പോൾ ബിജു പഠിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചിരുവില്ല പുനർനവ വന്നി അഭയ കണ നാഗരം ചുക്കാണ്. സിഞ്ചിപ്പറാണ് ചുക്ക്. ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക്. കണ നാഗര സൈന്ധവം. ഇന്ദുപ്പ് ഒരു ഔഷധമാണ്. ഇങ്ങനെ കൂട്ടിയെടുക്കുമ്പോൾ ഔഷധത്തിന് പ്രാഗൽഭ്യം കൂടും. അപ്പോൾ ചിരുവില്ല പുനർനവ വന്യഭയ കണനാഗര സൈന്ധവ വക്വജലം ഗുദകീലം അത് പൈൽസിന്, ഭഗന്തരം ഫിസ്റ്റുലയ്ക്ക്, ഗുന്മഹരം ഗുന്മം എന്ന് പറഞ്ഞാൽ വയറിങ്ങനെ അടച്ചു കൊടുത്ത് ചെസ്റ്റ് പെയിനൊക്കെ ആയിട്ട് വരുന്ന ഉദ്ഗാരബാഹുല്യ പുരീഷബന്ധ ക്ഷമത്വാന്ത്രവികൂജനാനി സാഡോപം ആത്മാനം വയറ് വീർത്തിരിക്കുന്നു. അപത്രശക്തി ദഹനം ഇല്ലാതെ വരിക. അതെല്ലാം ആസന്ന ഗുൽമസ്യ വദന്തി ചിഹ്നം എന്നാണ്. അപ്പോൾ അത് ഗുന്മലക്ഷണമാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ തിരുവല്ലുവാതി ബിജു പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വളരെ വിശിഷ്ടമാണ്. അതിവിശിഷ്ടമല്ലേ ഗന്ധർവസ്ഥ ചിരുവില്ല ഹുദാശ വിശ്വ പഥ്യാ പുനർനവ യവാഷക ഭൂമിതാലൈ ക്വാതഹ. ഇന്ന് പഠിക്കുന്ന പിള്ളേർക്ക് ഒന്നും പഠിക്കണ്ട, ഞങ്ങൾ പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. ഗുദകീല ഭഗന്ധര ഗുന്മഹരം അത് ആദ്യം പറഞ്ഞ പോലെ ഗന്ധർവഹസ്ത ചിരുവില്ല ഹുദാശ വിശ്വ പഥ്യ പുനർനവ യവാഷക ഭൂമിതാലൈ ക്വാതഹ സ സൈന്ധവജലം പവനസ്യ ശാന്തിർ. അയ്യോ പവനസ്യ ശാന്തിർ വന്യർ ബലായ രുചയെ മലശോധനായ. ഇവിടെ ഒരു കേസ് എൻ്റെ അടുക്ക് വന്നു. അത് ഞാൻ പറയാൻ വേണമെങ്കിൽ പറയാമോ ഇവിടെ? അതായത് ഒരു രോഗിക്ക് മലദ്വാരം പുറത്തേക്ക് തള്ളി വരികയാണ്. ഒരു ആശുപത്രി കൊണ്ട് അവരിത് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. രോഗി പേടിച്ചു പോയി. ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആർ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ക്യാൻസർ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയന്നു പോയി. അവരിവിടെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ മോനെ, നമുക്ക് പേടിപ്പിക്കുന്ന പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വിഷമം സാറേ എന്തെങ്കിലും? അപ്പോൾ അവർക്ക് ഒന്ന് കിടന്നേന്ന് പറഞ്ഞു. കിടന്ന് നോക്കിയപ്പോൾ മുന്തിരിക്കോല പോലെ തള്ളിയിരിക്കുകയാണ് മലദ്വാരം. അപ്പോൾ അതിന് പേടിച്ചായിരിക്കണേ, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഒരു സംശയവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ ഇവിടെ ഞാനല്ല, ആയുർവേദ ഡോക്ടർ. ഇത്രയും എന്നെ രാജഗോപാലിന് പ്രസക്തിയേ ഇല്ല. ദുസ്പർശകേന വില്വേന യവാന്യ നാഗരേണവ ഏകൈകേനാവി സംയുക്ത പാണാഹന്ദർസാം രുചം ചിരുവില്വാതി കഷായവും ദുസ്പർശകാദി. ഒരു ഡൗട്ട് ഓഫ് ക്യാൻസർ വന്നാൽ ഗുഗ്ലൂത്വം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഗുഗ്ലൂത്വകം അതെ 10 ml തിരുവില്വാതി, 5 ml ഗുഗ്ലൂത്വം, 5 ml ഗന്ധർവസ്ഥാതി ഇങ്ങനെ കൊടുത്തു. 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. കാട്ടപ്പയുടെ ഇല വെച്ച് കുണ കൊടുക്കാനും പറഞ്ഞു. കോണകം കൗബീനം പച്ചില ഇവിടെ ഉണ്ടത് വച്ചു. 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കാങ്കായന വടകം 2 നേരം മോരി കഴിക്കാനും പറഞ്ഞു. ഹുദബുഗാദി ചോറിന് രാത്രി കഴിക്കാൻ പറഞ്ഞു. ഇവിടെ ഉണ്ട് റെക്ടാക്യൂർ. അത് തന്നെയാണ്. അതെ അല്ല, അതിനകത്ത് ഔഷധത്തിന്റെ പ്യൂരിറ്റിയും എഫിക്കസിയും എഫിഷ്യൻസിയും നോക്കണുള്ളൂ. കാളശാഖ വിജയാമഹൌഷധ വളരെ എഫക്റ്റീവാണ് മരുന്ന്. അത് തന്നെ കൈഡര്യ അത് ചുക്കൊന്ന് 3 കരിവേപ്പില പടോലപഥ്യേ നന്നാരും ഞങ്ങളൊക്കെ അന്ന് പഠിച്ചവരാ. ക്ഷായയോഗയെ ഇന്ദുപ്പ് തിപ്പലികൾ മേമ്പടി കൊള്ളുക പക്ഷേ രാവെങ്കിലും ഉണ്ടുന്നതിനുമ്പോഴും മുമ്പിൽ വേണ്ടു. ഇതാണ് യോഗം. കാളശാഖ വിജയാമഹൌഷധ എന്ത് ഫലപ്രദമാണെന്നറിയോ? അതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായില്ലല്ലോ. 71 വയസ്സ് 9 മാസമായി എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. വിജുവിന് സാധിച്ചു. അപ്പോൾ വിജുവിനെ അതിന് നിമിത്തമായിട്ട് മുതിരയിലെ മുത്തശ്ശൻ്റെ അനുഗ്രഹവും പിതൃക്കളുടെയും പൂർവകർമ്മ സുഹൃതവും അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ യേശുദാസ് പറഞ്ഞ പോലെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായതാണ് എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ യേശുദാസിനെ പോലെ വൈദ്യശാസ്ത്ര വിഷയങ്ങളിൽ ബിജുവിന് കിട്ടിയ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും, മുത്തശ്ശൻ്റെ അനുഗ്രഹം ഉണ്ടാവും, പിന്നെ ഗുരുനാഥന്മാരുടെ കൃപയോടുകൂടിയ സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഹൃദയത്തിൽ നിന്ന് വന്നാൽ ദൈവമേ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യപ്പനോടെ പ്രത്യക്ഷപ്പെടും. ഞാനൊരിക്കൽ ശബരിമല ചെന്ന സമയത്ത് ഇങ്ങനെ ഹരിവരാസനം വിശ്വമോഹനം
യേശുദാസ് പാടുകയാണ്. അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ എൻ്റെ ഡോക്ടേഴ്സ് കൂടെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത്, അവർ എൻ്റെ കൂടെ ഞാൻ എൻ്റെ കൂടെ ട്രെയിനിങ് എടുത്ത കുറേ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കേൾക്കണേ. ഞങ്ങൾ ചായ, കട്ടൻ കാപ്പി, ചുക്ക് കാപ്പി തിരുവനന്തപുരത്തിനറിയാം, അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത് പാടി. അപ്പോൾ ഞാൻ അപ്പം പെട്ടെന്ന് ഈ സംസാരം എനിക്ക് അങ്ങ് വിട്ടുപോയി. എന്നിട്ട് എന്തൊരു അവിടെ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ അദ്ദേഹം പാടുന്നത്, അയ്യപ്പനും ഉറങ്ങിപ്പോവും, നമ്മൾ പിന്നെ ഉറങ്ങാതിരിക്കുമോ? അവിടെ ഇരുന്ന് അങ്ങോട്ട് എനിക്ക് വല്ലാത്ത എൻ്റെ അമ്മയും അച്ഛനെയും എൻ്റെ വീട്ടിലുള്ള മക്കളെയും ഭാര്യയും ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ദൈവമേ, ഞാൻ ഇവിടെ വന്ന് പെട്ടു, ഈശ്വര ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള കഴിവും ഒക്കെ ഈശ്വരൻ തന്നല്ലോ എന്നും ഓർത്തിട്ട് അതിന് എല്ലാ വർഷവും ഇദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകാനും സഹായമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ മേൽശാന്തി. അതും മറക്കാനും കൂടില്ലോ. ഇന്നിപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നില്ലേ, അതും ഒരു ഭാഗ്യമല്ലേ? ഇതൊക്കെ എവിടെയെങ്കിലും കിട്ടുമോ? ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. നമുക്ക് ആയുർവേദത്തില് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് റിസർച്ച് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു സംശയം. കാരണം റിസർച്ച് ഇല്ലാതെ പോകുന്നൊരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദമായി പോയല്ലോ എന്നൊരു വിഷമം. ഓൾ ദീസ് തിങ്സ് ആർ ഹൈലി റിസർച്ച് ഓറിയന്റഡ്. എല്ലാം ആയുർവേദത്തിലെ ഓരോന്നും റിസർച്ച് ഓറിയന്റഡ് ആണ് 100%. അതിന് ബിജു 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഒന്ന്, അത് ഋഷിപ്രോക്തങ്ങളാണ്, ദൈവശാസ്ത്രമാണ്. ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം, ഒരു ചെറിയ അനുഭവം. അത് ഇവിടെ പ്രസക്തി ഇല്ലെന്ന് അറിയാം. എന്നാൽ തന്നെ ഈ ഒരു രോഗിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ. അപ്പോൾ ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ വാഴക്കുളത്ത് ഉണ്ടായ സംഭവമാണ്. എനിക്ക് രോഗി, ഞാനൊരു ബലഹീനനാണ്, വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു എന്ന് കണ്ടാൽ എൻ്റെ കുടുംബവും ഒക്കെ മറന്നുപോകും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഭഗവാനെ, ഇത് എൻ്റെ അടുക്ക് വന്നു പെട്ടല്ലോ, ഞാൻ എന്തു മഹാഭാവിയാ എന്ന് ഞാൻ വിചാരിച്ചു. ഇതെങ്ങനെ ഈശ്വര വന്നു വിട്ടു? അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാത്തിനും ഈ ഒരു നിമിത്തമുണ്ട്, ഒരു കാരണമുണ്ട്. ഞാൻ അതിന് എന്നിട്ട് ഈ പേഷ്യൻറ്റിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇന്ദുകാന്തം കഷായവും, ഇന്ദുകാന്തം ജനറൽ സപ്പോർട്ട് എല്ലായി, ചിരിവില്ലുവാതി കഷായവും, ഇന്ദുകാന്തവും ചിരിവില്ലുവാതിയും ഒരു കഷായം കൂടെ ചേർത്ത് വന്ന് ദശമൂല കടത്തലും കൂടെ കൂട്ടി, അതും കൂടെ കൂട്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും കൊടുത്തു. അപ്പോൾ അന്ന് ഈ കൊറോണ പെരുകി വരികയാണ്. പേഷ്യൻറ്റിന് സംശയമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, മോനെ സംശയിക്കേണ്ട, ഇത് കൊറോണ തന്നെയാണ്, 100% അത് തന്നെയാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ബോധ്യപ്പെട്ട് നിർബന്ധമുണ്ട്, ഇത് അവിടെ പോയി ടെസ്റ്റ് ചെയ്തോ, മൂക്കിൽ കൂടി പഞ്ഞിയൊക്കെ ഇട്ട് ഇറക്കി എടുക്കണം. ഇത് ഞാൻ പറഞ്ഞ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കി അപ്പോൾ അയാൾക്കൊരു സംശയം, നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് സാറെ ക്ഷമിക്കണം കേട്ടോ, ആനവനെ അത് തന്നെയാണ്. നമ്മൾ തെറ്റില്ലല്ലോ, പിന്നെ വയസ്സ് 71 വയസ്സ് 9 മാസമായില്ലേ, പോവാറായില്ലേ, ഇപ്പോഴല്ലേ ഞാൻ പറയണുള്ളൂ, നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ കൊറോണയെ മോനിത് എന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് ബൃഹത് കസ്തൂരി ഭൈരവരസം, അമൃതാരിഷ്ടം, ഇന്ദുകാന്തം കഷായം, പഥ്യാകട്ഫലാദി കഷായം, പഥ്യാകട്ഫലാദി കൂട്ടിക്കൊടുത്തു. കരിഞ്ചീരകവും തുളസിയിലയും ചുക്കും ഇട്ട് വെന്ത വെള്ളം കുടിക്കാനും കൊടുത്തു. ഇന്ന് കഴിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സാറേ എൻ്റെ മൂക്കിൻ്റെ മണം തിരിച്ചു കിട്ടി. മണം കിട്ടി. കരിഞ്ചീരകം പൊടിച്ചിട്ട് മണത്തോളാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മണത്തോമ്പോൾ പേടിക്കൊന്നും വേണ്ട, രാസനാദി പൊടി നിറുകി തിരുമ്പിക്കോ, കുളിക്കണ്ട, മേല് തുടച്ചോ. കുളിക്കണ്ടെന്ന് പറഞ്ഞു, മേല് തുടച്ചോ. എങ്ങനെ തുടച്ചോളാൻ പറഞ്ഞു? വെറുതെ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തുണി മുക്കി തുടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വൈറസൊക്കെ മേല് തുടച്ചാലേ വൈറസ് പോകുള്ളൂ. പിന്നെ ഉള്ളിലേക്കുള്ള ഈ മരുന്നും കഴിക്കാൻ പറഞ്ഞു. ഇന്ന് നാളെ ഉച്ചയായപ്പോഴത്തേക്കും ഈ രോഗി സ്വതന്ത്രനായി. അവസരോചിതമായിട്ട് ചിലപ്പോൾ തൊണ്ടയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കർപ്പൂരാതി താലീസത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നുണഞ്ഞിറക്കാൻ പറയും. അയമോദകവും ഉപ്പും ഇട്ട് വെള്ളം തിളപ്പിച്ച് ഗാർഗിൾ ചെയ്യാൻ പറയും. അതൊക്കെ ചെയ്യും. പക്ഷേ രോഗം മാറി. ഒരൊറ്റ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടില്ല. അന്ന് ഞാൻ ബിജുവിൻ്റെ ജൊരാക്യൂർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ ജൊരാക്യൂറും കൊടുത്തു വിട്ടു. ബിജു എനിക്ക് അന്ന് വന്നപ്പോൾ ജൊരാക്യൂർ തന്ന എൻ്റെ ഞാൻ വാങ്ങിച്ചതാണ്.
എൻ്റെ ഇരിപ്പുണ്ട് എല്ലാം കൊടുത്തു. പെട്ടെന്ന് അത് കുറഞ്ഞു. അപ്പോൾ ഏത് ഔഷധങ്ങളെയും സമാഹരിച്ച് സന്ദർഭാനുസാരേണ ഉപയോഗിക്കുന്നതാണ് ബുദ്ധിമാനായ ആയുർവേദ ഡോക്ടറുടെ സമീപന രീതി. അവിടെ ഈശ്വരൻ്റെ കൃപയും വൈദ്യശാസ്ത്രത്തിൻ്റെ ആചാര്യന്മാരുടെ കൃപയും അതോടൊപ്പം രോഗിയുടെ പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹവും. ഗുരുത്വം. ആ, രോഗിയുടെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ, എൻ്റെ ഡോക്ടർക്ക് ദൈവം ഒന്നും വരുത്തില്ലേ. ഞാൻ കൈ വണ്ടി മുട്ടി ഇവിടെ ഒടിഞ്ഞാളാണ്. മുട്ടിയതല്ല കേട്ടോ, മറിഞ്ഞു വീണതാണ്. ഒരു കൊച്ചിങ്ങനെ ടാറ്റ തന്നു, ഞാൻ ടാറ്റ കൊടുത്തു. ഇത്രയുള്ള റബിൾ കല്ലേ കയറി വണ്ടി കയറി മറിഞ്ഞു ഇവിടെ മുടിഞ്ഞു. പക്ഷേ ആ ഫ്രാക്ചറ് ലോക്കൽ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവർ പേര് പറയണില്ല, സ്ക്രൂ കയറണം, ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ട് സ്ക്രൂ കയറണം എന്ന് പറഞ്ഞു. എനിക്ക് തലയ്ക്ക് ബോധക്കുറവില്ല. അപ്പം തന്നെ വണ്ടി ഡ്രൈവറെ വിളിച്ചു. ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയാണ്. കാറെടുത്തു, ഇവിടെ വന്നു, കാറെടുത്തു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോട്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന ഡോക്ടർ KP ജേക്കബ് MS, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോ, ഇങ്ങനെ വട്ടത്തിലൊരു പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പാള പോലെ സാധനം വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഊന്ന് കൊടുത്തു. ഞാൻ അന്ന് ആ ഊന്ന് കാണുന്നത് 27 ദിവസം ഞാൻ മരുന്ന് കഴിച്ചോളൂ. അന്ന് കഴിച്ച മരുന്ന് മുസ്താദി മർമ്മ കഷായം, ധാന്യതരം കഷായം, ഗന്ധതൈലം ക്യാപ്സൂള്, ലാക്ഷാചൂർണം. എൻ്റെ ഡോക്ടറെ ഞാൻ കാണിക്കാൻ വേണ്ടി ചെന്നു. എൻ്റെ മരുന്നായിരുന്നു. ഒരു അലോപ്പതിയും കഴിച്ചില്ല. ഡോക്ടർ, വാട്ട് എ ഫാന്റാസ്റ്റിക് സെറ്റിംഗ് ഇറ്റ് ഈസ്, വാട്ട് ഡിഡ് യു ഡു എന്ന് ചോദിച്ചു. നമ്മൾ സാർ പ്യൂർ ആയുർവേദിക്കാണ് ഞാൻ കഴിച്ചത്. ഞാൻ സാറിനെ കാണാൻ വന്നത്, സാറ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോയാണ്. അങ്ങയുടെ കൈകൊണ്ട് എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് സജഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൃക്കയുടെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. വൃക്ക നെഫ്രോട്ടിക്സ് ഒക്കെ പോകുന്ന ഒത്തിരി കേസ്, ഒരു 60,000 കേസെങ്കിലും കിഡ്നി സ്റ്റോൺ വന്നിട്ടുണ്ട് ഇവിടെ. കിഡ്നി സ്റ്റോൺ, നെഫ്രോട്ടിക് സിൻഡ്രം വന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്താണ്, നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ, എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? അത് പറഞ്ഞാല് ആയുർവേദത്തിൽ നമുക്കിപ്പോ നമ്മുടെ മെഡിസിൻ ഉണ്ട്, സ്റ്റോൺ DS എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, UTIക്കും അതുപോലെ തന്നെ സ്റ്റോണിനും വൃക്ക സ്റ്റോണിനും വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആണ്. ഇപ്പോൾ അത് നമുക്ക് ശരിക്കും ഒരു കല്ലൂർ പഞ്ചായത്ത് മുതലേ പല കഷായങ്ങളും നമ്മൾ ചേർക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവ് ആണ്. UTI പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. പക്ഷെ ഗുരുനാഥിന്റെ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ഹൃദയം തുറന്ന അഭിപ്രായത്തിൽ കിഡ്നി രോഗങ്ങൾ ഒരു 60% പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല, ദേഷ്യം വരും. എനിക്ക് ഡോക്ടർക്ക് ഭ്രാന്താണെന്ന് ചോദിക്കും. മാനസികങ്ങളാണ്. മാനസിക സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷൻ, ആങ്സൈറ്റി, എജിറ്റേഷൻ, ഡിപ്രഷൻ, ഇതെല്ലാം ഇതിനെ കൂട്ടും. പിന്നെ ആഹാരത്തിൻ്റെ കഴിക്കുന്ന രീതി, ഒന്ന് വറുത്തത്, മൊരിച്ചത്, എണ്ണപ്പലഹാരങ്ങൾ, അമിതമായ മദ്യപാനം, ഉറക്കമില്ലായ്ക, പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ കുറവ്. വെള്ളം, നല്ല വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ കിഡ്നിക്കൊക്കെ ഉപയോഗപ്രദം തഴുതാമയാണ്. പുനർനവം, പുനർന്ന് വെച്ചാൽ വീണ്ടും, നവം വെച്ചാൽ നവീകരിക്കുന്നത്, പുനർനവം വീണ്ടും നവീകരിക്കുന്നത്. നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ പറയുന്നതൊന്നും അക്ഷരം പ്രതി നമ്മളനുസരിച്ച് ജീവിക്കുകയും കിഡ്നിക്ക് ഉപ്പ് എത്ര കുറയ്ക്കണോ, നമ്മുടെ സോൾട്ട് ഈസ് ക്വൈറ്റ് നെസസറി ഫോർ അവർ ഹെൽത്ത്, അത് ഇന്ദുപ്പാക്കിയ ഒന്നുകൂടി നന്നായിരിക്കും എൻ്റെ അഭിപ്രായം കേട്ടോ. ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ റോക്ക് സോൾട്ട്. കറിയുപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എൻ്റെ ഇടയ്ക്കൊരു നീര് വന്നൊരു കേസ് വന്നു. നെഫ്രോട്ടിക് സിൻഡ്രം വളരെ ഗൗരവമാണ്. കോളേജിൽ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അത് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കും, മോൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് തൃശ്ശൂരാണ്. എവിടെയാണ്? കുന്നംകുളമാണ്. മോൻ്റെ പേരെന്നാ? ദാമോദരൻ സാറേ. മോൻ ഇവിടെ വരാൻ കാരണം എന്താ? അപ്പം അയാൾ പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞിട്ടാണ്, ഗുരുവായൂരപ്പൻ തോന്നിച്ചാണ് സാറെന്ന്. അയ്യോ, എനിക്ക് അങ്ങനെയാണ്, ഈ പ്രായമാണല്ലോ മോനെ. എന്നിട്ട് ഞങ്ങൾ ഈ രോഗിക്ക് മരുന്ന് കൊടുത്തു. അപ്പോൾ പുനർനവ, നിംബ, പടോല, ശുണ്ഠി, തിക്ത, അമൃത, ദാർവി, അഭയാകഷായ, സർവാംഗശോഭ, മേരു മുഴുവൻ നീര്, ജ്വര, കാസശൂല, ശ്വാസാനിതം, പാണ്ഡുഗതം നികന്തി. അതിൽ സുകുമാരൻ കഷായം കൂടെ കൂട്ടി. സുകുമാരത്തിൽ പജയിൽ പുനർനവ തുലാം, തഴുതാമ 1 തുലാമാണ്. അത് അദ്ദേഹത്തിനറിയാം, ഉണ്ടാക്കുന്ന ആളല്ലേ.
അപ്പോൾ സുകുമാരൻ കഷായം, ഇന്ദുകാന്തം കഷായം, പുനർനവാതി, ഇന്ദുകാന്തം സപ്പോർട്ടീവ് കൊടുത്തു. ആവിത്തോലാദി ഭസ്മം, എൻ്റെ ചികിത്സയുടെ പ്രാമാണ്യം പറയണത് അല്ല, ഇത് പറയണത് ബിജുവിനെ പറ്റി പറയണേ. ആവിത്തോലാദി ഭസ്മം 1 സ്പൂൺ എടുത്തിട്ട് ഒരിടങ്ങടി വെള്ളത്തിൽ കലക്കി തെളി ഊറ്റിയെടുത്ത് അതിൽ ഉണക്കലേരിക്കഞ്ഞി, ഭഗവാന്റെ ഉണക്കലേരിക്കഞ്ഞി, അത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാനും. 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ സീറം ക്രിയാറ്റിനെ 2 മാറി, 9 കുടിക്കാനുള്ള വെള്ളം തഴുതാമ, ചുക്ക്, ചെറുവിള, ഭദ്ര എന്നതിൻ്റെ സംസ്കൃതം, ശരീരത്തെ ഭദ്രമാക്കുന്നത് എന്നർത്ഥം. എരിഞ്ഞിൻ്റെ കേമമാണ്, വരിച്ചുള്ളിയും കേമമാണ്. വരിച്ചുള്ളി യൂറിക് ആസിഡിനെ താത്തും. നമ്മളെല്ലാം കാഞ്ഞിരത്തിൻ്റെ ഫലാറണ എങ്ങനെയാണ്? കാഞ്ഞിരത്തിൻ്റെ വേര് കഷായം വെച്ചിട്ട് അതിനകത്ത് 100 ഗ്രാം പോത്തിറച്ചി വെച്ചിട്ട് പട്ടിക്കിട്ട് കൊടുത്തേ 2 മിനിറ്റുള്ളിൽ പട്ടിയെ തൂവും. അതാണ് ആയുർവേദം, കാരസ്കരം. അപ്പോൾ ഔഷധത്തിൻ്റെ ഫലസിദ്ധി അറിയണമെങ്കിൽ പരിചയം കൊണ്ടേ പറ്റുള്ളൂ. അഭ്യാസാൽ പ്രാപ്യതേ ദൃഷ്ടി കർമ്മസിദ്ധി പ്രകാശിനി. അഭ്യാസം കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത്. അതുപോലെ തന്നെ മണത്താൽ ചില രോഗങ്ങൾ വരും, പനി വരും, തലവേദന വരും ചില മണം കൊണ്ട്. അതിനാണ് എത്ര കൃത്യമായിട്ട് ധൂമ ആതപ തുഷാര അമ്പു, ധൂമം പുക, ആതപം വെയിൽ, തുഷാരം മഞ്ഞ്, വെള്ളം, ഇതിൻ്റെ അതിസാമീപ്യം കൊണ്ട് വരുന്ന രോഗങ്ങളുണ്ട്. ആയുർവേദത്തിൽ ശരിക്കും നമുക്ക് പൂർവ്വജന്മാന്തരം കർമ്മം വ്യാധിരൂപേണ ജായതേ. പൂർവ്വകർമ്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ. മുജ്ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങൾ വ്യാധിയായിട്ട് ഇജ്ജന്മത്തിൽ വരുന്നു. സുഖദുഃഖങ്ങളും അതുപോലെ തന്നെയാണ്. സുഖദുഃഖങ്ങൾ സുഖം ച ന വിനാധർമ്മം. ധർമ്മം ഇല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. അച്ഛൻ മക്കളെയും മക്കൾ അച്ഛനെയും, മക്കൾ അച്ഛനെ അമ്മമാരെ സ്നേഹിക്കും, ബഹുമാനിക്കും, ഗുരുക്കളെ സ്നേഹിക്കണം, ഗുരുക്കന്മാരെ, ഈശ്വരനെ ആരാധിക്കണം, ആശ്രിതരായ ആൾക്കാരോട് ദയവും കരുണയും വേണം, അവരുടെയൊക്കെ അനുഗ്രഹവും വേണം. ആയുർവേദത്തിനെ കുറിച്ചിട്ടുള്ള മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ശാസ്ത്രമാണല്ലോ ആയുർവേദം. 100%. അതിന് സയൻസ് ഓഫ് ലൈഫ് വേദത്തിന്റെ ഭാഗം കൂടിയാണ്. 100%. വേദം തന്നെയാണല്ലോ ആയുർവേദം. ആയുഷഃ പാലനം വേദം ആയുർവേദം. ആയുസിനെ പരിപാലിക്കുന്നതിനുള്ള വേദമാണ്. ആയുർഹിത അഹിതം വ്യാധേഹേ നിദാന ശമനം തഥാ വിദ്യതേയത്ര വിദ്യദ്ഭി ആയുർവേദ ഉച്യതേ. അതിന്റെ ഡെഫിനേഷനായി പറഞ്ഞേ. രോഗങ്ങൾ ധാരാളം ഉണ്ട്, അതനുസരിച്ചുള്ള ഔഷധങ്ങളുണ്ട്. ചരകം മാത്രമല്ല, യോഗരത്നാരം, ചരസംഹിത, സുശ്രുതം, അതുകൂടാതെ തന്നെ ശാർങ്ങതര സംഹിത, സർവരോഗ ചികിത്സാരത്നം, സഹസ്രയോഗം, രസരത്ന സമുച്ചയം, ഭവിഷ്യരത്നാവലി, ഭൈഷജ്യരത്നാവലി, ഇങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങളുള്ള ഒരു ശാസ്ത്രമാണല്ലോ ആയുർവേദം. അതെ. ആയുർവേദത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ശങ്കയിലാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഫലപ്രാപ്തിയുള്ള മരുന്നുകൾ വളരെ കുറച്ചാണ് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ആയുർവേദത്തെ മറ്റുള്ള പെട്ടെന്നുള്ള ഒരു ചികിത്സാ സമ്പ്രദായം വന്നതിന് ശേഷം ആയുർവേദത്തെ വളരെ ബിലോ ആവറേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? വൈദ്യശാസ്ത്രം എന്നത് ഇതിൻ്റെ ബേസിക് സയൻസ് എന്ന് പറയുന്നത് ട്രൂത്ത്, സത്യം, അൺസെൽഫിഷ്നസ്, നിസ്വാർത്ഥത, പ്യൂരിറ്റി, മനഃശുദ്ധി. wherever these are present, ഇത് 3 എവിടെയുണ്ടോ, there is no power below or above the sun to crush the possessor thereof. ഇത് 3 എവിടെയുണ്ടോ അവരെ തൊടാനോ നമുക്ക് അവരെ നശിപ്പിക്കാനോ ഒന്നും ഈ ലോകത്താർക്ക് സാധിക്കില്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ സത്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ ജ്ഞാനത്തെ, ധർമ്മത്തെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയാൽ അതെന്നും നിലനിൽക്കും 100%. ആയുർവേദ ഈസ് എ സയൻസ് ഓഫ് ലൈഫ്. ആയുർവേദ ഈസ് പാർട്ട് ഓഫ് ഓൾ വേദാസ്. അത് നമുക്ക് അതിന് തുല്യമായിട്ടൊരു ശാസ്ത്രം ലോകത്തില്ലല്ലോ. സർജറി എവിടെ നിന്നാണ് പോയത്? സുശ്രുതൻ്റെ പേരിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഫാദർ ഓഫ് സർജൻ സുശ്രുതനാണ്. അപ്പം ആ പേരെന്താ ബിജു ഇട്ടതെന്ന് വേണമെങ്കിൽ തോന്നാം. അത് സുശ്രുത സംഹിത. എല്ലാ ബാക്കിയൊക്കെ ധനന്തരിയുണ്ട്, അത് തന്നെയാണ്. അതുകൊണ്ട് ശരീരേ സുശ്രുത പ്രോക്ത ചരകസ്തു ചികിത്സിതേ. അപ്പോൾ അത് സുശ്രുതൻ എന്ന് പറഞ്ഞ ഫാദർ ഓഫ് സർജനാണ്. അത് അലോപ്പതി പഠിക്കുമ്പോഴും MBBS MS പഠിക്കുമ്പോഴും ഫാദർ ഓഫ് സർജൻ സുശ്രുതനാണ്. ഫാദർ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചരകനാണ്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും അത് നമ്മുടെ ആചാര്യന്മാരെ
മനസ്സുകൊണ്ട് സ്മരിച്ച് സമർപ്പിച്ച് ചെയ്യുന്നതെല്ലാം അവിടുന്ന് തന്നെ സംരക്ഷിക്കപ്പെടും. വൈദ്യൻ, രോഗി, പരിചാരകൻ, വൈദ്യൻ, ഔഷധം, ഇങ്ങനെയാണല്ലോ അതിന്റെ ക്രമം. അതെ. അതില് വൈദ്യൻ അതിനെ കുറിച്ചിട്ട്, രോഗത്തെ കുറിച്ച് ശരിയായ വിധത്തിലുള്ള സ്റ്റഡി നടത്തിയിട്ടും രോഗത്തിന്റെ ആധിക്യം മനസ്സിലാക്കിയിട്ടും ഔഷധ പ്രയോഗങ്ങൾ എങ്ങനെ വേണമെന്ന്, ഔഷധത്തിന്റെ ഗുണവും അതിന്റെ എല്ലാ നിറവും എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു വൈദ്യൻ ഒരു രോഗിയെ ചികിത്സിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നുള്ളതാണ് അനുഭവം. ഫലം 101% കിട്ടും, 100 101% കിട്ടും. ഫലം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഥ്യം തെറ്റിച്ചു എന്നുള്ളതാണ് അടിസ്ഥാനം. അതെ, അതാണ് സത്യം. സത്യം. ആളുകൾ മരുന്ന് കഴിക്കും, രോഗികൾ മരുന്ന് ധാരാളം കഴിക്കും, രോഗങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ഈ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് അതിന് ഫലസിദ്ധി വരാത്തതിന്റെ കാരണം പഥ്യം ഇല്ലാതെ മരുന്ന് കഴിച്ചു എന്നുള്ള അപാകതയാണ്. വൈദ്യന്റെയോ മരുന്നിന്റെയോ കുഴപ്പമായിട്ട് നമുക്കത് പരിഗണിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും. അതായത് സമാസത, ക്രിയായോഗ, നിദാന പരിവർജിത, കാരണത്തെ ഒഴിവാക്കുന്നതാണ് ചികിത്സ. അപ്പോൾ ഈ പഥ്യം എന്നത് രോഗകാരണത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദിനചര്യാക്രമങ്ങളാണ്. അപ്പോൾ പഥ്യം ആളെ കൊടുക്കാനുള്ളതല്ല. മഞ്ഞപ്പിത്തമുള്ള ഒരാൾ പന്നിയിറച്ചി കഴിച്ചാൽ സമാധിയാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉറക്കളയ്ക്കാൻ പാടില്ല. മഞ്ഞപ്പിത്തമുള്ള ആൾ മദ്യം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിന് ശകലം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ പെട്ടി തയ്യാറാക്കി വെച്ചോണ്ട് കഴിച്ചോളാൻ പറയും. ലിവറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമാണല്ലോ മഞ്ഞപ്പിത്തം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വിരുദ്ധാഹാരം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഇന്ന് പോയിസൺസ് ആയുള്ള ഭക്ഷണങ്ങളാണ് പ്രകൃതി കിട്ടുന്നത്. അതെ, പഴയ കാലത്ത് നമുക്ക് കിട്ടിക്കുന്ന ഭക്ഷണങ്ങൾക്കൊന്നും പോയിസൺസ് ഇല്ല, മുഴുവൻ പോയിസൺ അല്ല. ഇന്ന് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തന്നെ നമുക്ക് പല രോഗങ്ങൾക്കും ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ നശിക്കാനുള്ള കാരണമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വിരുദ്ധാഹാരങ്ങളെ കുറിച്ചിട്ട് എങ്ങനെ അഭിപ്രായം എന്ന് പറയുമ്പോൾ, വിരുദ്ധാഹാരങ്ങൾ നമ്മളിപ്പോ മീൻ കഴിക്കും, ഉദാഹരണം പറയാം. ഉഷ്ണ മത്സ്യാഹ പയശീത. ഉഷ്ണമാണ് മത്സ്യം, ഉഷ്ണവീര്യമാണ്. മത്സ്യം ഉണ്ടാകുന്നത് എവിടെയാ? ഒന്നുകിൽ കടലിൽ, അല്ലെങ്കിൽ പുഴയിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ. അതെ, മത്സ്യം പരം കഫകര, കഫത്തെ വർദ്ധിപ്പിക്കുന്നതാണ് മത്സ്യം. ഉഷ്ണ മത്സ്യ, അങ്ങനെയുള്ള മത്സ്യം ഉഷ്ണവീര്യവുമാണ്. പാലോ സപയ സർവദാഹിതം, ശീതവീര്യമാണ്. ശീതവീര്യമായ പാലും ഉഷ്ണവീര്യമായ മത്സ്യവും ഒരുമിച്ച് കഴിച്ചാൽ വിഷമാണ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പം അത് വിരുദ്ധാഹാരമാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. പിന്നെ വിരുദ്ധാഹാരത്തിൽ ഒത്തിരി ഉണ്ട്. ഉദാഹരണം, നമ്മൾ 2-3 ഇപ്പം എല്ലാവരും 2-3-4 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ചോറുമൊക്കെ അധികവും നമ്മുടെ ആൾക്കാർ ഉപയോഗിക്കില്ല കേട്ടോ. അധികവും നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയ ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല, അത് വിഷമാണ്. ഇന്നുണ്ടാക്കിയ ആഹാരം ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, അത് രാത്രിയിലത്തേക്ക് നമ്മൾ കയറ്റി വയ്ക്കരുത്, പാടില്ല. പശുവിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, മോര്, നെയ്യ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അതിൽ നമുക്ക് ജനങ്ങൾ പൊതുവെ ഇത് മോരിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം ജസ്റ്റ്. ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. തക്രം ലഘു, തക്രം എന്നതിൻ്റെ പേര് മോരിന്. തക്രം ലഘു കഷായ അമ്ലം ദീപനം, അഗ്നിദീപ്തി ഉണ്ടാക്കും. കഫവാതജിൽ, കഫവാദങ്ങളെ ഇല്ലാണ്ടാക്കും. ശോഭ ഉദര അർശോ ഗ്രഹണി, ശോഭം എന്ന് വെച്ചാൽ നീര്, ഉദരം എന്ന് വെച്ചാൽ മഹോദരം, അതിന് വരെ മോരിനെ കൊടുക്കാം. ഉദരോ അർശവോ, അർശത്തിന് 1 തരം മോര്. ഭൂമാവപി തൃണോരൂപം, പുല്ലിലേക്ക് മോരൊഴിച്ചാൽ പുല്ല് കരിഞ്ഞു പോവും. ഇത് നോക്കിക്കോ, വേണമെങ്കിൽ പുല്ല് കരിഞ്ഞു പോവും. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അപ്പോൾ പുല്ല് കരിക്കാൻ മോരിന് പവറുണ്ടെങ്കിൽ, മോരിനെ പറ്റി അപ്പം ചോദിച്ചേ. തക്രൻ ലഘു കഷായാമ്ലം ദീപനം കഫവാതജിൽ ശോഭ ഉദര അർശോ ഗ്രഹണി. ഗ്രഹണിക്കും മോര് 1 തരാണ്. ഗ്രഹണി എന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കക്കൂസിൽ പോവുക, അറിയാതെ ഇളകി പോവുക. പണ്ട് പുളിയാറില അരച്ചിട്ട് നാഴി മോരിൽ 2 കുടം വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് അമ്മമാർ കൊടുക്കും. ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി വയറിളക്കം. എൻ്റെ അച്ഛൻ്റെ അമ്മ നല്ല സ്ത്രീയായിരുന്നു. വട്ടക്കണത്തിൽ പാപ്പിയമ്മ എന്ന് വിളിക്കും, പക്ഷേ ദേവൈകമ്മ എന്നാണ് പേര്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്തോ അവിടുന്ന് എന്ത് കിണറിലെ വെള്ളം കോരി കുടിച്ചതെന്ന് തോന്നുന്നു, ഒരു ഇത് വന്നു. എന്നാ മോനെ എനിക്ക് പറ്റിയ എന്തോ അറിയാൻ പാടില്ല അമ്മ, മുത്തശ്ശി എന്ന് തോന്നുന്നു. മുത്തശ്ശി അമ്മയാക്കിയ സ്നേഹം മുത്തശ്ശിപ്പെടാ, സാരമില്ല. പുളിയാറിലിട്ട് ഒരു പിടി പോലും മുത്തശ്ശി പോയി എടുത്തുകൊണ്ട് വന്ന് കാച്ചിയും മോരിലിട്ട് അന്ന് തിളപ്പിച്ച് തന്നു. ഒറ്റ നേരം കഴിച്ചുകൂടാ, അവിടെ നിന്നു. ഇന്ന് ഡോക്ടർമാർ ചെയ്യോ? ഒരായുർവേദ ഡോക്ടറും ചെയ്യില്ല. അവന് ഉടനെ തന്നെ മടങ്ങി എന്തെങ്കിലും കുടജാരിഷ്ടോ കുടജത്തൊക്കെ അതിലേക്കോ കുടജോ അതിസാരെ പറയുന്നുണ്ട്. ഈ പുളിയാറിലെ നല്ല മരുന്നാണ്. കറിവേപ്പില ഇഞ്ചിട്ട് കാച്ചിയം പോലും നല്ലതാണ്. ജാതിക്ക അടുപ്പിലിട്ട് ചുട്ടിട്ട് അരച്ച് കഴിച്ചാലും ചമ്മന്തി പോലെ കൂട്ടാം.
ചമ്മന്തി എന്ന് പറഞ്ഞാൽ തേങ്ങ ചുട്ട ചമ്മന്തി, ചുമ്മാ കഴിക്കൊന്നും വേണ്ട. തേങ്ങ ചുട്ട ചമ്മന്തി, ആവശ്യത്തിന് പുളി, ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചിയൊക്കെ ചേർത്ത് സ്വല്പം ജാതിക്ക ചുട്ടും കൂടി ചേർത്ത് അരച്ച ചമ്മന്തി ഒന്നാം തരാം. ഇങ്ങനെ എന്തെല്ലാം ഔഷധങ്ങൾ നമുക്കുണ്ട് ഇവിടെ. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഫലപ്രാപ്തിയുള്ള ഒട്ടനവധി ഔഷധങ്ങൾ ഇന്നത്തെ കാലത്ത് കിട്ടാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കനകതാമ്രാതി വർത്തിയൊന്നും കിട്ടുന്നില്ല, ആ. സർവതഭക്ത ഗുളിക, ആ. വൃക്കയ്ക്കുള്ള ആ. ഇങ്ങനെയുള്ള പല മരുന്നുകളും എന്തുകൊണ്ട് നമുക്ക് നിർമ്മിച്ച് ഇത് കൊടുക്കാൻ സാധിക്കുന്നില്ല? അത് ഒരു പ്രധാന ചോദ്യമാണ്. നമുക്ക് കാട്ടപ്പ നിസാരല്ലേ, അതുപോലെ തന്നെ ഈ കണിക്കൊന്നേ കൂടെ കയറിപ്പോണ അമൃത്, ബിജുവിന് മനസ്സിലായ കാര്യം. കണിക്കൊന്നേ കൂടെ കയറിപ്പോണ ചിറ്റമൃത് യഥാർത്ഥത്തിൽ ഇവിടെ കഷായത്തിന് ഉപയോഗിക്കണ അമൃത, അതെ, ചിറ്റമൃത ഔഷധം. അതാണ് ഔഷധം. ബിജുവിന്റെ കയ്യിലുണ്ട്. അത് ചിറ്റമൃതം നമ്മള് അമൃതത്തിന് നമ്മുടെ ജ്വരാക്കിയുടെ ചിറ്റമൃതമാണ് ധാരാളം മുള്ളുള്ള അമൃതം. മുള്ളുണ്ടാവും. അതെ. അപ്പൊ ഔഷധങ്ങളുടെ ആ ഒരു പ്രത്യേകത ചികിത്സയ്ക്ക് അനിവാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഔഷധങ്ങളെ നമ്മൾ സ്വാംശീകരിച്ച് നല്ല രീതിയിൽ കളക്ട് ചെയ്ത് പരിശുദ്ധമായ സ്ഥലത്ത് ശുദ്ധമാക്കി ഉണക്കി വച്ച് ഔഷധത്തിൽ ചേർക്കണം. നമ്മുടെ മരുന്നുകൾക്ക് ഒന്നും തന്നെ പ്രത്യേകത പ്രിസർവേറ്റീവ്സ് ഇല്ല. ഒരു പ്രിസർവേറ്റീവ് വേണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നില്ല. സൂര്യാതപ, അതായത് സൂര്യന്റെ രശ്മിയിൽ കൃത്യമായി ചൂടാക്കി ഉണക്കിയ ഔഷധങ്ങൾക്ക് ഒരു പ്രിസർവേറ്റീവും വേണ്ട. 50 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ എല്ലാ കഷായങ്ങളും. അതെ, അതെ, ഒരു കുഴപ്പമില്ല. ഫലം കിട്ടുന്ന വിശ്വാസം അല്ലല്ലോ ബിജു, അതിന് ഉത്തരവാണ് ബിജു. അത് സത്യമല്ലേ? അത് കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം വിശദീകരിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തന്ന് എനിക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളെങ്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഭാവിയിലേക്ക് നമുക്ക് എല്ലാവർക്കും അത് അറിവായിട്ടിരിക്കട്ടെ എന്ന് മാത്രം ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.